ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ടാപ്പ് സ്വാപ്പിനകത്ത് കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി അതിലെ ടാപ്പി ടൗൺ എന്ന് പറഞ്ഞ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതിലെങ്ങനെ ഗെയിം കളിച്ചും കൊണ്ട് നമുക്ക് കൂടുതൽ ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാപ്പ് സ്വാപ്പിൻ്റെ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റിക്ക് വരുന്ന ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അതിലവർ പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്ന ഒരു ഗെയിമായിരുന്നു ടാപ്പി ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് റീസെൻ്റ്ലി ഇപ്പം ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ടാപ്പി ടൗൺ ഗെയിം എങ്ങനെ കളിക്കണം എന്നും ഈ ഒരു വീഡിയോയിൽ നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് 300 സോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ടാപ്പ് സ്വാപ്പിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറേയധികം അപ്ഡേറ്റുകൾ വന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ്റർഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഏറ്റവും അടിഭാഗത്ത് വരുവാണെങ്കിൽ നമുക്ക് ടൗണും അതുപോലെ തന്നെ സ്വാപ്പ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ടൗൺ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ടൗൺ എടുക്കുമ്പോൾ നമുക്ക് ഇതുമാതിരി കുറേയധികം ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. സ്വാപ്പ് എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ സ്വാപ്പിംഗ് ഫീച്ചേഴ്സ് ഇവരുടെ ബോട്ടിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ നോക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ടാപ്പ് സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പവേർഡ് ബൈ സ്റ്റോൺഫൈ എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ സ്റ്റോൺഫൈ എന്ന് പറയുന്നത് ടോൺ എക്കോസിസ്റ്റത്തിലുള്ള വൺ ഓഫ് ദി ലീഡിങ് ഡെക്സ് ആണ്. അപ്പോൾ ഇവർ സ്റ്റോൺഫൈ ആയിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വളരെ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഇതിലിപ്പം സ്വാപ്പിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ലൈവ് ആയിട്ടില്ല. തീർച്ചയായിട്ടും ഉടനെ തന്നെ വരുമായിരിക്കും. വരുന്ന സമയത്ത് എന്തായാലും നമ്മൾ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ടാപ്പി ടൗൺ എന്ന് പറഞ്ഞ ഫീച്ചറാണ്. അതിൽ എങ്ങനെയാണ് നമുക്ക് ഗെയിം കളിക്കാനായിട്ട് പറ്റുക എന്ന് നോക്കാം. ഈ ഒരു ടൗൺ സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം ബിൽഡിങ്സ് കാണാനായിട്ട് പറ്റും. ആ ബിൽഡിങ്സിൻ്റെയൊക്കെ മേലെ സെയിൽസ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ ബിൽഡിങ്ങുകളും നമ്മൾ വാങ്ങിയിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിന് ഏറ്റവും ആദ്യം കാണുന്ന ആ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ മൈനിങ് റേറ്റ് 100 per hour എന്ന് പറഞ്ഞിട്ട് ഒരു ക്യൂബ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ 500 ടാപ്പ് സ്വാപ്പ് കോയിൻസ് ആവശ്യമായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു 20 ജെംസ് കിട്ടുമെന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. സോ നമുക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു ടോക്കൺ കൂടി ഇതിനകത്ത് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് സ്വാപ്പിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞ സെഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സിനിമ കോഡ്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു വീഡിയോൻ്റെ പ്ലേ ബട്ടൺ വെച്ചിട്ട് ഒരു കോയിൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഡ്സും കാര്യങ്ങളൊക്കെ മാക്സിമം കളക്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. കോഡ്സ് നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു ബിൽഡിംഗ് വാങ്ങിക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് 500 ടോക്കൺസ് കൊടുത്തിട്ട് ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അത് ബൈ ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ബൈ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കുറച്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിവിടെ ബൈ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 20 ജെംസും കിട്ടിയിട്ടുണ്ടാവും. ആ ജെംസ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബിൽഡിങ് സ്പീഡപ്പ് വാങ്ങിക്കുന്ന പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ലെവൽ 1 നമ്മുടെ ബിൽഡിംഗ് ഉള്ളത്. ഇനി നമ്മൾ ആ ലെവൽ 2 ആക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സിനിമ കോഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോക്കൺ ഉപയോഗിക്കണം. ഓക്കെ, അപ്പം അതിന് ഒരു ടോക്കൺ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അപ്ഗ്രേഡ് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി 20 ജെംസ് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ജെംസ് ഇവിടെ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു പ്രോസസ്സ് കൂടുതൽ വേഗതയിൽ നടക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഈ ഒരു ടാപ്പി ടൗണിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പറ്റുമെങ്കിൽ എല്ലാ ബിൽഡിങ്സും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന ബിൽഡിങ്ങുകൾ മാക്സിമം ലെവലപ്പ് ചെയ്ത് വെക്കാനായിട്ടും ശ്രമിക്കുക. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ബിൽഡിംഗ് ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ബിൽഡിംഗ് എങ്ങനെയാണ് വാങ്ങിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ടാമത് നമ്മൾ ഈ ഒരു താറാവിൻ്റെ ചിഹ്നം കാണുന്ന ബിൽഡിങ്ങിൽ ഞെക്കുവാണ്. അപ്പം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ഡെക്കാണ്. അതിൻ്റെ മൈനിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 100 per hour ആണ്. പക്ഷേ ഇത് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ മറ്റൊരു ബിൽഡിങ് ലെവൽ 2 എത്തിക്കണം. അത് കണ്ടോ, ഇവിടെ കണ്ടോ, കരോക്കെയോ അങ്ങനെ എന്താണ്ട് പറഞ്ഞിട്ട് ഒരു ബിൽഡിങ് കാണാനായിട്ട് പറ്റും. ആ ഒരു ബിൽഡിങ് നമ്മൾ ലെവൽ 2 എത്തിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ഈ ഒരു ഡക്സിൻ്റെ ബിൽഡിങ് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിങ് ഇതിനകത്ത് കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ പേര് ഇവിടെ ടാപ്പ് ഫ്ലിക്സ് എന്നാണ്. അങ്ങനെ ഓരോരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് കിട്ടും. നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു കാർഡ് അൺലോക്ക് ആക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു കാർഡ് അൺലോക്ക് ആക്കേണ്ടി വരും. അപ്പം നമുക്ക് കരോക്കെ എന്ന് പറഞ്ഞ ബിൽഡിംഗ് എവിടെയാണ്, അത് നമുക്ക് അൺലോക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം.
അപ്പോൾ നമ്മൾ ആ ഒരു ബിൽഡിംഗ് എടുത്തിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ്. അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ടാപ്ലിക്സ് ലെവൽ 5 എത്തിക്കണമായിരുന്നു. ടാപ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ആദ്യം ഓപ്പൺ ആക്കിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. സോ ഞാനത് എൻ്റെ കയ്യിലുള്ള കോയിൻസ് ഒക്കെ കൊടുത്ത് ലെവൽ 5 ആക്കി. അതുകൊണ്ട് എനിക്ക് ഇത് അൺലോക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഡെക്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇത് ലെവൽ 2 ആക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സാധനം ലെവൽ 2 ആക്കണം. ലെവൽ 1 നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തു. പക്ഷേ ലെവൽ 2 ആക്കണമെങ്കിൽ കണ്ടോ, ഇവിടെ 180 ബ്ലോക്സ് വേണം. അതായത് നമുക്ക് ഓരോ ബിൽഡിങ്ങുകൾ അൺലോക്ക് ചെയ്യുമ്പോഴും എന്താവും, ഓരോ ബ്ലോക്സിൻ്റെ പെർ അവർ വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടാപ്പ് ഷോപ്പ് കുറച്ച് സമയം തുറന്നു വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 180 ബ്ലോക്സ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും, എനിക്കിപ്പോൾ ഏകദേശം 18 ബ്ലോക്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എപ്പോൾ 180 ബ്ലോക്സ് കിട്ടുന്നോ ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു ബിൽഡിംഗ് നിങ്ങൾ ലെവൽ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ബിൽഡിംഗ് ഏതൊക്കെ ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുമോ അത്രയും ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ഈ ഒരു ടാപ്പി ടൗൺ പ്ലേ ചെയ്യുന്ന ആളുകൾക്കും ഒരു സ്പെസിഫിക് അലോക്കേഷൻ, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം നിങ്ങൾ കളിച്ചു എന്നതനുസരിച്ച് നമുക്ക് ടാപ്പ് ഷോപ്പിൻ്റെ അലോക്കേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ജെംസും കാര്യങ്ങളൊക്കെ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കാം. പക്ഷേ ഞാനതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ടാപ്പി ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം കളിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ബിൽഡിങ്ങുകൾ അൺലോക്ക് ആക്കുക, ബിൽഡിങ്ങുകൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യാം. എങ്ങനെയാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സെഷനിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിൽഡിങ് പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, എന്നിട്ട് അത് ലെവലപ്പ് ചെയ്യുക. സെയിം ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെയൊക്കെ തന്നെയാണ് ഇതും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.